ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമർ ലേഖനം 8-ാം അധ്യായം 2-ാം വചനം. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും സകല കെട്ടുകളിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുടെയും നിയന്ത്രണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ദൈവരാജ്യത്തിൻ്റെ തനി തങ്കമായി മാറുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സമ്പത്തായി നമ്മൾ മാറുകയാണ്. അതാണ് റോമർ 8:2 വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം എന്നെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും, ഞാൻ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന എല്ലാ കെട്ടുകളുടെയും ബന്ധനാവസ്ഥയിൽ എന്നെ വിടുവിക്കുന്ന നിയമമാണ്. അതുകൊണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ടോട്ടൽ നിയന്ത്രണം വിട്ടുകൊടുക്കണം, ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറും, നമ്മുടെ മനോഭാവമാകെ മാറും. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ രീതിയും നമ്മുടെ ഒരു ദൈവത്തോടുള്ളൊരു മൈൻഡും ഒക്കെ വളരെയേറെ മാറും. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തിൽ ടോട്ടൽ നിയന്ത്രണം ഒന്ന് ഏറ്റെടുക്കണം. റോമർ 8:2 ഞാൻ ഒരിക്കൽ കൂടെ പറയാം. യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും, നീ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ആസക്തികളോ ദുരാസക്തികളോ ബലഹീനതകളോ പൈശാചികതകളോ, നിന്നെ ഏത് സാമ്പത്തിക കടബാധ്യതകളോ മറ്റു നിന്നെ ഭാരപ്പെടുത്തുന്ന പഠനത്തിലോ തൊഴിലിലോ കൃഷിയിലോ മറ്റ് ഏത് ജീവിതത്തിൻ്റെ ചര്യകളിലോ വ്യാപരിക്കുമ്പോഴും യേശുക്രിസ്തുവിന്റെ ജീവാത്മാവിൻ്റെ നിയമം, ഈ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചൊരു വ്യക്തിയെ സ്വർഗം കാത്ത് പരിപാലിക്കുന്നതായി വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് സത്യം. ആ സാക്ഷ്യം നമ്മൾ തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവിലൂടെ. അത് റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാം വചനം പറയുന്നത് നാം എല്ലാം ആ ദൈവമക്കളാണെന്നുള്ള ആ സാക്ഷ്യം നൽകുവാൻ തന്നെ ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ്. പിന്നെ ജീവിതത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യാശയില്ലാത്ത അനേകം മനുഷ്യർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജീവിതത്തെപ്പറ്റി യാതൊരു പ്രത്യാശയുമില്ല. എന്നാൽ റോമർ 5 പറഞ്ഞെന്ന പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യുത നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ വിസ്മയകരമായ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണെന്നാണ് വചനം പറയുന്നത്. അവിടെ നമ്മൾ ഈ പ്രത്യാശ തരുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ജീവിതത്തിൻ്റെ ടോട്ടൽ ആ ജീവിതം ദൈവം ഏറ്റെടുത്ത് വഴി നടത്തുന്നതായി നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാമത് വചനം പറയുന്നുണ്ട്. വളരെ ഹൃദയസ്പർശിയായ വചനമാണ്, വചനത്തിൻ്റെ വ്യാഖ്യാനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിക്കുന്ന ദൈവം, എത്ര പഠനത്തിന് പുറകോട്ട് നിൽക്കുന്ന മേഖലകളിലും നമ്മൾ പഠിപ്പിക്കുന്ന ദൈവം, എന്നിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ സംഗീതം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വാഗ്ദാന വചനങ്ങൾ മുഴുവൻ നമ്മളെ പഠിപ്പിച്ച് ആ വഴിയിലൂടെ, ദൈവരാജ്യത്തിൻ്റെ വഴിയിലൂടെ, ദൈവത്തിൻ്റെ ഹിതകരമായ വഴിയിലൂടെ, ദൈവത്തിൻ്റെ സംവിധാനത്തിലൂടെ, ദൈവത്തിൻ്റെ സഞ്ചാരപാതയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു അഭിഷേകത്തിൻ്റെ അനുഭവമാണ് ഇവിടെ ഒന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരു ദിവസം ഞാൻ വളരെയേറെ സമയമെടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ വലിയ വിടുതലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്നത്. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം ഇങ്ങനെ പറയുന്നത്, എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും. എന്താണ് പറയേണ്ടത്, നമുക്കെന്ത് പറയണമെന്ന് ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് ഒരു ചോദ്യത്തിന്, ഒരു കാര്യത്തിന്, ഒരു പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ ഒരു എക്സാമിനോ ഇൻ്റർവ്യൂവിനോ മറ്റേതെങ്കിലും മേഖലകളിലോ എപ്പോഴെങ്കിലും മറുപടി പറയേണ്ട സമയത്ത് ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് മറുപടി പറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. നമ്മളെ അതിനു വേണ്ടി അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷം, സമാധാനം, സ്നേഹം, ക്ഷമ, ദയ, ആനന്ദം, കരുണ, നന്മ,
സൗമ്യത, വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആനന്ദത്തിൻ്റെ ഒരു നിറവ്, ഒരു ആനന്ദത്തിൻ്റെ മധുരോത്സവമായിരിക്കും എൻ്റെ ജീവിതത്തിൽ. ഒരു സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. എനിക്ക് സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും എല്ലാമുള്ള ഒരു വലിയ, സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു അഭിഷേകത്തിലേക്ക് എന്നെ ദൈവം കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു നിലയ്ക്കാത്ത പ്രവാഹമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാകണം. നിലയ്ക്കാത്ത പ്രവാഹമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. നമുക്ക് ഇല്ലെങ്കിൽ ക്ഷമിക്കാനോ സ്നേഹിക്കാനോ നമുക്ക് അറിയില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ ഇത് നടക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ശക്തി പ്രാപിക്കുകയുള്ളൂ. ഏത് മേഖലയിലാണെങ്കിലും സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഒരു അഭിഷേകമോ ശക്തിയോ നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണം. വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നതും അനുഗ്രഹിക്കുന്നതും പരിശുദ്ധാത്മാവ്. ഭയം, സകലവിധ ഭയങ്ങളും നീങ്ങി പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സാക്ഷി ജീവിതം, നമ്മൾ വചനം കേട്ടു, ധ്യാനം കൂടി, പാപത്തോട് അശുദ്ധിയോടുള്ള വേർപാടിൻ്റെ മക്കളായി മാറി. പക്ഷേ വിശുദ്ധിയിൽ സ്ഥിരമായി നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. യേശുവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയും. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയും. വിശുദ്ധിയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയും. സഭയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയും. ശുശ്രൂഷകളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഉള്ള നമ്മുടെ ഈ നിരന്തരമായി പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പരിശ്രമവും പ്രാർത്ഥനയും വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ഇതിൽ ആദ്യമായി കണ്ടത്, നമ്മൾ ഏറ്റവും പ്രധാനമായി ഇന്ന് ഒരു ധ്യാന വിഷയമാക്കിയത് 16 രാജ്യങ്ങളിലുള്ളവർ തങ്ങളുടെ മാതൃഭാഷയിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് കേട്ടു എന്നുള്ളതാണ്. തങ്ങളുടെ മാതൃഭാഷയിൽ 16 രാജ്യങ്ങളിൽ നിന്ന് വന്ന്, ഞാൻ ആ രാജ്യങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി വിശകലനം നൽകി ഇത് ഈ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വചനങ്ങളിലാണത് പറയുന്നത്. ഞാൻ ആ രാജ്യങ്ങളൊന്ന് വായിക്കാം. പാർത്തിയക്കാരും മേദിയക്കാരും എലമിയക്കാരും മെസൊപ്പൊട്ടാമ്യ നിവാസികളും പോന്തിയോസിലുള്ളവരും കപ്പോദോക്യയിലുള്ളവരും ഫ്രീജിയക്കാരും ഏഷ്യയിലും താമസിക്കുന്നവരും പാമ്പിയയിലുള്ളവരും ഈജിപ്തുകാരും ക്രിയോനയുടെ ലിബിയ പ്രദേശത്തുള്ളവരും റോമയിൽ നിന്ന് വന്നവരും യഹൂദമതം സ്വീകരിച്ചവരും ക്രിസ്ത്യരും അറേബ്യയിൽ നിന്നുള്ള നമ്മൾ, അങ്ങനെ എല്ലാവരും തങ്ങളുടെ ഭാഷയിൽ അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചത് കേൾക്കുകയാണ്. അതൊരു വലിയ അഭിഷേകമല്ലേ. 16 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പെന്തക്കോസ്താ ദിനത്തിൽ ഈ പെന്തക്കോസ്താ തിരുനാളിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്ന ജെറുസലേമിൽ വന്ന 16 രാജ്യങ്ങളിൽ നിന്ന് വന്ന അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചത് ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർ നമുക്കിത് മലയാളത്തിൽ കേൾക്കുന്നു. അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിലല്ലേ വേറെ ഏത് രാജ്യത്തുള്ളവരും അവരവരുടെ മാതൃഭാഷയിലാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ഭാഷ നമ്മളെ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ളതല്ല. കുടുംബത്തിൽ ഭാഷ ഭിന്നിക്കുന്നുണ്ട്. എന്നാൽ അപ്പൻ പറയുന്നത്, അമ്മ പറയുന്നത്, മക്കൾ പറയുന്നത്, ജീവിത പങ്കാളി പറയുന്നത്, അങ്ങനെ പരസ്പരം ഇവർക്ക് ഭാഷ മനസ്സിലാകാത്തതിന് മേൽ കുടുംബത്തിൽ ഏറെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് കുടുംബത്തിലും ജീവിതത്തിലും ജീവിതചര്യകളിലും നമ്മളിൽ തന്നെ സമ്പൂർണ്ണമായി നിറയാൻ, കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ നിറയാൻ, ശുശ്രൂഷകളുടെ തൊഴിലിൽ നിറയാൻ, അങ്ങനെയൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ വ്യക്തികളായി മാറും. അതുകൊണ്ട് നമുക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ നിറവിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവെന്ന കൃപയ്ക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.